മലയാളികളെല്ലാം കാത്തിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെ നടന്നത്. കേരള ജനത മുഴുവൻ ഞെട്ടിയ ഒരു വാർത്ത തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരുന്ന വാർത്തകളെല്ലാം. പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്നതെല്ലാം തന്നെ മലയാളികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഇതിനു പുറമെ സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത് പ്രമുഖ താരങ്ങളുടെ വാർത്തകൾ തന്നെയാണ്. പ്രമുഖ താരങ്ങൾ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി എന്താണ് സംസാരിക്കുന്നത് എന്നും പുതിയ മുഖ്യമന്ത്രിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നെല്ലാം തന്നെ പ്രേക്ഷകർ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പ്രമുഖ നടൻ മമ്മൂട്ടി, മോഹൻലാലും എല്ലാം തന്നെ ഇതിനെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ വാക്കുകൾ എങ്ങനെയാണ്? താൻ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ എന്നും VD സതീശൻ വന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത്. ഇതൊരു പൊതു പരിപാടിയിൽ ചടങ്ങിൽ വെച്ച് പറയുകയായിരുന്നു. VD സതീശനെ പറ്റി മമ്മൂട്ടി പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ വൈറലായി മാറുകയായിരുന്നു. എന്നാൽ ഇതിന് വിമർശനവും നേടി വരുന്നുണ്ട്. മമ്മൂട്ടി കമ്മ്യൂണിസം അല്ലേ നോക്കുന്നത് എന്നും മമ്മൂട്ടി CPIന്റെ ആൾക്കാരല്ലേ എന്തിനാണ് VD സതീശനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എന്നുമാണ് ചില പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ഇതിനെ വ്യാപകമായി തന്നെ യുക്തിപരമായി ചിന്തിച്ചു നോക്കിയാൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അതുമാത്രമല്ല, മലയാളികളും ജനതകളും ഒരേപോലെ ആഗ്രഹിച്ച ഒരു പുതിയ മുഖ്യമന്ത്രിയായി മാറുകയായിരുന്നു VD സതീശൻ. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് കേരള ജനത ഒന്നടങ്കം ആഗ്രഹിച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മൂന്നുപേരും തമ്മിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരുപാട് നാളുകൾ നീണ്ട ചർച്ചകളും ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിനിടെ നടന്നു. എന്നിരുന്നാൽ കൂടി VD സതീശൻ മുഖ്യമന്ത്രിയായി മാറുകയായിരുന്നു. ഒടുവിൽ ഇതിനെ അഭിനന്ദിച്ചാണ് മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.